ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ബീഫ് ലിവർ റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, ഇന്ന് ഞങ്ങളുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയ ദിവസമാണ്. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സഹകരണം ഇതുപോലെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ബീഫ് ലിവർ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഈ ബീഫ് ലിവർ റോസ്റ്റ് തയ്യാറാക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. ആദ്യം നമ്മൾ ഈ കുക്കറിൽ ലിവർ ഒന്ന് വേവിച്ചെടുക്കും. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവയാണ്: 7 വെളുത്തുള്ളി, 2 ചെറിയ പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ടാണ് ബീഫ് വേവിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മളിത് വഴറ്റിയെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 സവാള നീളത്തിലരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി കുത്തിയരിഞ്ഞത്, 6 വെളുത്തുള്ളി 2ആയി കീറിയെടുത്തത്, 3 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ ബീഫ് ലിവർ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. നമുക്കിനി നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന്. നമുക്ക് ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ലിവർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ഒരു 8 വിസിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ലിവർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി. സവാള ഒന്ന് അത്യാവശ്യം വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ 2ആയിട്ട് കീറി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ഇറച്ചി മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിച്ച ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ തുറന്നു വെച്ചൊരു മിനിറ്റ് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലിവർ വേവിച്ച കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ചെറുതീയിൽ വെച്ച് നമുക്കൊന്നതൊന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ പറ്റി നമ്മുടെ ലിവർ നന്നായിട്ട് റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നാൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.